ഞാനിന്ന് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു അനിമേ ഷോപ്പും ക്യാറ്റ് കഫേയും വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം കാണാം. ഇതാണ് ഗോകോൺ. ഇതാണ് ഞാൻ പറഞ്ഞ അനിമേ ഷോപ്പ്. നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് കുറേ ഫേമസ് ആയ ആനിമേസിൻ്റെ 3D ഫിഗറൻസ് ആണ്. ഈ റോ മൊത്തം മേർച്ചും കളക്റ്റബിൾസ് ആയിരുന്നു. പക്ഷെ അധികം നേരം ഞാനിവിടെ നിന്നില്ല, കാരണം നല്ല വിലയുണ്ട് ഒരുവിധം എല്ലാത്തിനും. ഈ സെക്ഷൻ എന്ന് പറയുന്നത് മെയിൻലി K-pop കേട്ടോ. ഇത് AOTൻ്റെ മേർച്ചാണ്. ഞാൻ ഈ ബോക്സ് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി നോക്കിയപ്പം 850 MDL, വിച്ച് ഇസ് ലൈക്ക് നാട്ടിലത്തെ ഒരു 4000+ ആകും. ഇത് നറൂട്ടോ, 5 ഗ്രേറ്റ് നിഞ്ച നേഷൻ ആൻഡ് അക്കാത്സുക്കിയുടെ റിംഗ് കളക്ഷൻസാണ്. അതിൽ ഞാൻ ഒരു ഷിസൂയിയുടെ ഐൻ്റെ റിങ് എടുത്തു. റിങ് കാണാൻ കുറച്ച് ടെററാണ്, പക്ഷെ നൈസാണ്. നമ്മളിവിടെ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും ഒറിജിനൽ പ്രൊഡക്ട്സാണ് ഫ്രം ജപ്പാൻ. ആനിമേ മെയിൻലി ജപ്പാനിലാണല്ലോ ഒറിജിനേറ്റ് ചെയ്തത്. ഇത് ഇവിടുത്തെ മാങ്ക കളക്ഷനാണ്, പക്ഷെ ഇവിടെ സ്റ്റോക്ക് കുറച്ച് കമ്മിയാണ്. ഞാൻ വേറൊരു ഷോപ്പിലും കൂടെ പോകുന്നുണ്ട്, അവിടെ കുറച്ചും കൂടെ വൈഡർ വെറൈറ്റി ഓഫ് മാങ്ക കളക്ഷൻ ഉണ്ട്. ഇത് ആക്ച്വലി ബാങ്ക് കാർഡിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സാണ്. നമുക്കിഷ്ടമുള്ള ആനിമേ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചർ എടുക്കാം. ഞാനിതിന്ന് ഒരു 2 പിക്ചർ ആക്ച്വലി എടുത്തു. ഇതൊന്ന്, പിന്നെ വേറൊരെണ്ണം കൂടെ എടുത്തു. ഇവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിസിറ്റർ വന്നത്. ഇത് നേരെ ഓപ്പോസിറ്റുള്ള ക്യാറ്റ് കഫേന്ന് വന്നതാണ് ഈ പൂച്ച. പിന്നെ ഞാൻ ഈ K-popൻ്റെ സെക്ഷനിൽ നിന്ന് കുറേ പിൻസൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. നമ്മുടെ ബാഗ്സിലൊക്കെ ഇതിങ്ങനെ കുത്തിക്കൊണ്ട് നടക്കാം. ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് അത് യൂസ് ചെയ്യും. ഒരുവിധം എല്ലാ ബാഗ്സിലും അവരിങ്ങനെ അത് യങ്സ്റ്റേഴ്സ് അതിങ്ങനെ കുത്തും. പിന്നെ ബർസർക്കിൻ്റെ വാച്ച് കണ്ടു. AOTയുടെ സെയിം പ്രൈസായിരുന്നു അതിനും. അപ്പോൾ ഈ കടയിലുള്ള പരിപാടിയൊക്കെ തീർന്നു. ഞങ്ങൾ എല്ലാം പേ ചെയ്തു. എന്നിട്ടത് അവിടെ കിടക്കുന്ന കണ്ടൊരു പൂച്ചേനെ. ഇനി നമുക്ക് ക്യാറ്റ് കഫേയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ക്യാറ്റ് കഫേ. ഈ സൈഡ് ബോളിലുള്ള ഫോട്ടോസിൽ ഇവിടെയുള്ള ഓരോ പൂച്ചയുടെ ഫോട്ടോ പ്ലസ് അവർ വന്ന ലൈക്ക് ഡേറ്റ്, ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ്. എനിക്ക് ഈ ഡോറിൽ സ്റ്റിക്കറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു ക്യൂട്ട്നെസ്സാണ് ഇവിടെ. അവിടെ ഒരു പൂച്ചേനെ കണ്ടപ്പോൾ ഞാൻ വെച്ചു അവിടെ പോയി ഇരിക്കാം. അപ്പോഴാണ് സർപ്രൈസായിട്ട് അവിടെ സീറ്റിൽ ഓൾറെഡി ഒരാൾ അവിടെ കിടക്കുന്നു. ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. അപ്പം അതൊക്കെ ബാഗ് വെച്ചിട്ട് ഞാൻ ബാക്കി പൂച്ചേനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ കഫേ ആക്ച്വലി ഭയങ്കര പീസ്ഫുള്ളാണ്. കാരണം ഇതൊരു വീക്കെൻഡ് ആയതുകൊണ്ടാണ് അധികം ആൾക്കാർ, എന്ന് വെച്ചാൽ ഇത് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിന് ഇതൊരു ക്ലോസിങ് ടൈമിന് മുന്നേ ആയപ്പോഴാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാരും തിരക്കൊന്നുമില്ല. പക്ഷെ ഒരു നോർമലി ഒരു വർക്കിംഗ് ഡേയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ദാറ്റ് ഈസ് IT ജോബ്സ് ആയിരിക്കണം മേ ബി. കുറേ പേര് ഇങ്ങനെ ലാപ്ടോപ്പൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ആൻഡ് ലോട്ട് ഓഫ് ക്യാറ്റ്സ് നിയർ ബൈ. അപ്പം നല്ല രസമാണ്. ഒരു സ്ട്രെസ് ഫ്രീ എൻവിറോൺമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ക്യൂട്ടായിട്ടില്ലേ അവനെങ്ങനെ ഇരിക്കുന്ന കാണാൻ. ഞാനിങ്ങനെ പറയുമായിരുന്നു, എന്ത് കുഞ്ഞ് കയ്യാ. അവനെ കാണാൻ ഭയങ്കര ഭീകരനാണെങ്കിലും അവൻ്റെ കൈയൊക്കെ ഭയങ്കര സ്ലിം, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. അതായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെന്നറിയില്ല, ഞാൻ വന്ന സമയം തൊട്ട് ഒരുവിധം എല്ലാ പൂച്ചകളും ഉറക്കം തന്നെയായിരുന്നു. ആകെ കുറച്ച് പൂച്ചകളാണ് ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നത്. ഇതിങ്ങനെ ഇവിടെയുള്ള പൂച്ചകൾ തന്നെ ഓരോരുത്തരെടുത്തതും ഇവരെടുത്തതുമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. എല്ലാ പൂച്ചയും ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധം എല്ലാ പൂച്ചകളും ഈ സമയത്ത് ഉറക്കമായിരുന്നു. ഈ പൂച്ചയും ഉറക്കമായിരുന്നു. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു. ഇങ്ങനെ തൊട്ടപ്പോൾ ഇങ്ങനെ പഞ്ഞി പോലെ. ഈ പൂച്ചകളൊക്കെ ഇവിടെ സ്ട്രേ ആയിട്ട് വന്നിട്ട് ഇവർ റെസ്ക്യൂ ചെയ്തതാണ്. അങ്ങനെ ഇവരിവിടെ ഇങ്ങനെ ക്യാറ്റ് കഫേ, ഇത് എല്ലാ പൂച്ചയും ഹാപ്പി ആയിട്ട് ഫുഡ് അങ്ങനെ ഇവരിവിടെ കഫേ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഇവിടുത്തെ റൂളെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന പൂച്ചേനെ തോണ്ടരുത് എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തോണ്ടാത്തത്. പക്ഷെ മിക്ക പൂച്ച ഇവിടെ ഉറങ്ങുന്നു. ഇപ്പം അറിയില്ല എന്താണ്.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഡോഗ്സിനെയും ക്യാറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഇവരെല്ലാവരെയും ഫീഡ് ചെയ്യും. ലൈക്ക് പുറത്തുള്ള പൂച്ച സ്ട്രേ ആണെങ്കിലും ലൈക്ക് ഞാൻ ഇതുവരെ ഭയങ്കര ക്ഷീണിച്ച് ഉണങ്ങിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൂച്ചേനെയോ പട്ടീനെയോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് അവരുടെ ഫുഡും വാട്ടറും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫുഡും ഓരോ വാട്ടറും വെക്കുന്ന ബൗളുണ്ട്. അതുമല്ല ഇപ്പുറത്തെ സൈഡിൽ ഈ ഹോൾസ് പോലെ കാണുന്നതാണ് ലിറ്റേഴ്സ്. അപ്പോൾ അവരുടെ പൂപ്പു ആൻഡ് പി പി ഒക്കെ പോകുന്ന സ്ഥലം. ഞാൻ പലവട്ടം ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഓരോ ടൈം വരുമ്പോഴും ദർ ഇസ് എ ന്യൂ അഡിഷൻ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള പല പൂച്ചകളും ഇവിടെ കാണാറില്ല. അത് എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഭയങ്കര അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന പൂച്ചകളല്ല. കാരണം അവർക്ക് ഇവിടെ ഡെയിലി വിസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരത് യൂസ്ഡ് ടു ആണ് ആ ഒരു നേച്ചർ. ഇപ്പോഴാണ് ഒരു അപ്രതീക്ഷമായ ഒരു കാര്യം സംഭവിക്കുന്നത്. ഞാൻ അവിടെ പോയി ഇരുന്നപ്പം ഈ പൂച്ചക്കുട്ടി ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ മടിയിലൊക്കെ കയറുന്നു. അവനപ്പം വേഗം മടിയിലൊക്കെ കയറി ഭയങ്കര കംഫർട്ടബിളായിട്ട് അങ്ങ് ഇരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു. അതുപോലെ വെയിറ്റ് ഉണ്ട് മൂപ്പർക്ക്. കാണുന്ന പോലെ തന്നെയായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. അതേ ഭയങ്കര കംഫർട്ടബിളായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വേറെ ഒരു ഭയങ്കര ഫ്ലഫി ആയിട്ടുള്ള ഒരു ക്യാറ്റ് ഇങ്ങനെ നടന്നു വരുന്ന കണ്ടേ. ആളിപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഇവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവൻ ഭയങ്കര ഫ്ലഫിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ഇവന് അങ്ങനെ നമ്മുടെ അടുത്തോട്ട് വരും, അപ്രോച്ചൊന്നും ചെയ്യില്ല. പക്ഷെ നല്ല രസമായിരുന്നു കാണാനൊക്കെ. ഒരു ഗുണ്ടുമണിയാണ്. ആൻഡ് ഇവന് നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ഐസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ആള് ഭയങ്കര വാണ്ടർലെസ്റ്റ് ആയിട്ട് നടക്കും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ സ്ട്രിപ്സ് വന്നു. ആക്ച്വലി ഞങ്ങൾക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഫേയിൽ കയറണമെങ്കിൽ നമ്മൾ മിനിമം ഇവിടുത്തെ 50 എന്തെങ്കിലും വാങ്ങണം. അങ്ങനെ ഞങ്ങൾ വാങ്ങിയതായിരുന്നു അത്. പിന്നെ ഇവിടുത്തെ പൂച്ചകൾക്ക് ഇവിടുത്തെ നമ്മളിപ്പോൾ വാങ്ങുന്ന ഇങ്ങനത്തെ ഇവിടെ ആക്ച്വലി കുറേ ഫുഡ് മെനു ഉണ്ട്. ലൈക്ക് പിസ്സ, അങ്ങനെ ഒരു ഫുൾ റേഞ്ച് ഓഫ് തിങ്സ് ഇവിടെ കിട്ടും. ബട്ട് സ്റ്റിൽ ഇവരൊന്നും അത് കഴിക്കൂല. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഫീഡ് ചെയ്യരുത് എന്ന്. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഫുഡ് തന്നെ മതി ബേസിക്കലി. ആൻഡ് ദ ഫുഡ് വാസ് ഗുഡ്. ഞാനിങ്ങനെ കഴിക്കുമ്പോൾ അവനെ ശ്രദ്ധിച്ചോ, അവൻ ഇങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. കാരണം അവന് യാതൊരു താല്പര്യവുമില്ല ഇങ്ങനത്തെ ഫുഡിനോട്. അപ്പോഴാണ് ഞാൻ നേരത്തെ ഉറങ്ങിക്കിടന്ന പൂച്ച ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു നടത്തമൊക്കെ കാണാൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി ഗൈസ്. ഇപ്പോൾ വേറെ പൂച്ചയാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ പൂച്ചേനെ കാണാൻ? എനിക്കെന്താണെന്നറിയില്ല, ഈ പൂച്ചേനെ കാണുമ്പം എന്തോ ഒരു പോണിറ്റെയിലോ ഒരു ഹെയർ ബാൻഡോ അങ്ങനെ എന്തോ വെച്ച പോലെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ആൾ നല്ല ചില്ലാണ്. പക്ഷെ ഞാനിങ്ങനെ കയ്യിൽ ഒരുപാട് വട്ടം തൊട്ടപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ തൊടണ്ടെന്നൊക്കെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ തൊടാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. പർപ്പസ് പോസൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങുന്നതിന് മുന്നേ ഈ ലിൻറോളർ വെച്ച് പൂച്ചപ്പൊടിയൊക്കെ ഒന്ന് കളഞ്ഞു. ഇത് വേറൊരു അനിമേ ഷോപ്പാണ്. ഇവിടെ അനിമേ മാത്രമല്ല, ഇവിടെ ബുക്കുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഇവരുടെ ഫ്രാഞ്ചൈസ് കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ പറയാനുണ്ട്. മെയിൻലി അനിമേ, പിന്നെ ബുക്സ്, പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് കാണിച്ച് ഗ്ലാസ്, അങ്ങനെ എന്തൊക്കെയോ. ഈ ഒരു സെക്ഷൻ മൊത്തം ഹാരി പോട്ടർ ഐറ്റംസ് ആയിരുന്നു. അതിൽ ഹോഗ്വാർട്സിൻ്റെ കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഹാരി പോട്ടർ തീമിൽ കുറേ നോട്ട് ബുക്സ്,
അതിൻ്റെ കവർ മാത്രമായിരുന്നു കേട്ടോ. ഉള്ളിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബുക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം എല്ലാ ഹൗസസിൻ്റെയും സിമ്പിൾ വെച്ചിട്ടാണ് ഈ ബുക്ക് കവർ ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രിഫിൻഡോർ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റായിരിക്കും. കാരണം നല്ല രസത്തിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ബട്ട് ദെൻ ഞാൻ ഒരു സ്ലിതറിൻ ഫാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഗ്രിഫിൻഡോർ ഐറ്റംസിലോട്ടൊന്നും അങ്ങനെ നോക്കിയില്ല. ആൻഡ് ഓൾ ദീസ് തിങ്സ് ടേക്ക് മീ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ് ആക്ച്വലി. ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല മാങ്കയാണ് ടോക്കിയോ ഗൗൾ. ദിസ് ഇസ് എ റിയലി ഓൾഡ് അനിമെ. പറ്റുവാണെങ്കിൽ കണ്ടുനോക്കാം. എൻ്റെ അനിയൻ്റെ ഭയങ്കര ഫേവറേറ്റ് അനിമയാണ് നറൂട്ടോ. അതിലെനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ നാഗറ്റോ പെയിൻ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവാം. ഈ ബാക്കിൽ കാണുന്നത് ലാവൻഡറാണ്. നല്ല രസം.